ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബ്ലൂ പേൾ ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ VP തുരുത്തിൽ ഗോൾഡൻ ഫ്ലവേഴ്സ് ജൽജിയുടെ കുറ്റിമുല്ല കൃഷി ആരംഭിച്ചു. വാർഡ് കൗൺസിലർ ബീന ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം ചെയ്യുന്നതെല്ലാം ഓക്കെ, പക്ഷേ അവർക്ക് എല്ലാ രീതിയിലും നിങ്ങൾ നിന്നുകൊണ്ട് പിന്തുണ കൊടുക്കണം, എന്നാലേ ഇത് ചെയ്താൽ വിജയിക്കുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്സിൻ്റെ കീഴിൽ, കോട്ടപ്പുറം കിഡ്സിൻ്റെ കീഴിൽ നമ്മൾ കിഴക്ക്, ജാൻസി ചേച്ചി, ഗീത ഇവരെല്ലാവരും ഒരു ടീം അംഗങ്ങളായിട്ട് ഇത് തുടങ്ങിയതാണ്. പക്ഷെ അത് നിർത്തേണ്ടി വന്നത് അതിൻ്റെ ശ്രദ്ധക്കുറവും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കും ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് നല്ല രീതിയിൽ ഇത് കൊണ്ട് നടന്ന നല്ലൊരു വരുമാനമാണ് ഇത്. അപ്പം നല്ല അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ 5 ടീമംഗങ്ങൾ ഒരു ഗ്രൂപ്പായ പോലെ തന്നെ മറ്റുള്ളവരും ഇത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇത്, നമുക്ക് വേറൊന്നല്ല ചിന്തിക്കണം, നമുക്ക് ജീവിക്കാനൊരു മാർഗം അതാണ് ചിന്തിക്കേണ്ടത്. അപ്പം അതുപോലെ നിങ്ങളത് മുന്നിട്ടിറങ്ങി ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുള്ളൂ. ബ്ലൂ പേൾ വൈസ് ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ KS ശിവറാം സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ വിജിൽ അധ്യക്ഷനായി. സ്വിഫ്റ്റ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആശാലത മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലൂ പേൾ ചെയർമാൻ ഡോക്ടർ മേജർ വിവേകാനന്ദൻ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ജൽജി അംഗങ്ങളായ ഫസീല ഫസൽ, ബിനി, സജിത്, പ്രബിത, ഷംല BV, ജാസ്മിൻ, രാജേഷ്, ഭാഗ്യരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ അമ്മമാർക്കായിട്ട് കൂട്ടായ്മകൾ രൂപീകരിച്ചിട്ട് JLGകൾ രൂപീകരിച്ച് വിവിധ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു പ്രൊജക്റ്റാണ് കമ്പനിയുടേത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് VP തുരുത്തിൽ കുറച്ച് അമ്മമാർക്ക് കാർഷിക സർവകലാശാലയിൽ നമ്മുടെ ബ്ലൂ പേളിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ട്രെയിനിങ് നൽകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അവർ കമ്പനിയിൽ അംഗമാവുകയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അടുത്ത ഘട്ടത്തിൽ അത് സംരംഭം തുടങ്ങുവാനായിട്ട് ഒരു ബാങ്കിൻ്റെ സപ്പോർട്ട്, ലോണുകൾ, പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോൺ, അതുപോലെ തന്നെ കാർഷികമായിട്ടുള്ള ലോണുകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ദൗത്യം. അപ്പോൾ